തിയേറ്റർ പടമാണ്. ഞങ്ങൾ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഇത് തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ്. തിയേറ്ററിൽ സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അത് സ്കൂളിലാവട്ടെ പ്ലസ് ടുവിലാവട്ടെ എഞ്ചിനീയറിംഗ് കോളേജിലാവട്ടെ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരാൾ പടം വന്ന് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ നിന്ന് കൊണ്ടുപോകാനുണ്ടാവും. ഇമോഷൻ വൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാലഘട്ടത്തെ ടച്ച് ചെയ്യും പടം. അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ഹാപ്പിയാണത് വർക്കായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. ബാക്കി മലയാളി പൊളിയാടാ, അവർ പറയട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തുടങ്ങി ഞാൻ ഇതിൽ നോക്കണേ, ഇപ്പം തന്നെ 3 ബ്രേക്കിംഗ് ന്യൂസുകൾ കഴിഞ്ഞു. അപ്പോൾ കണ്ടന്റ് വിടുന്ന കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പടത്തിൻ്റെ ഒരു കണ്ടന്റ് വിട്ടാൽ അതിന് എത്ര നേരം ആയുസുണ്ടെന്നുള്ളത് കൂടി വിഷയമാണ്. അപ്പോൾ നമ്മൾ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് അങ്ങോട്ട് ബാക്കി കണ്ടന്റുകൾ പുറത്തു വിടാമെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു പ്ലാൻ. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് ഞങ്ങൾ പൂജയുടെ എന്നാണ് ഫസ്റ്റ് പോസ്റ്റർ വിട്ടത്. അതിനുശേഷം പിന്നെ ഒരു സാധനം വിടുന്നത് ഇപ്പോഴാണ്. ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടീസർ വരുന്നതും അതിന് ശേഷമുള്ള ഒരു പോസ്റ്റർ ഇറങ്ങിയതും. ഇനിയിപ്പോൾ നാളെ നമ്മൾ അടുത്ത സാധനം പാട്ട് വിടുകയാണ്. പിന്നെ റിലീസ് തൊട്ട് മുമ്പ് ട്രെയിലറും വിടും. അതെ, ആ പടത്തിൻ്റെ ട്രെയിലർ ഉറപ്പായിട്ടും. എന്താണ് സിനിമ, നിങ്ങൾ എന്ത് കാണാനാണ് വരേണ്ടതെന്ന് അവരോട് പറയണമല്ലോ. നേരത്തെ ഇട്ട് ഇനി മറന്നു പോയാലാണ്. അതന്നെ, നിങ്ങൾ എക്സ്ക്ലൂസീവും ബ്രേക്കിംഗ് ന്യൂസൊക്കെ അടിച്ചിട്ട് ലാസ്റ്റ് ഡേ റിലീസ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം വന്നതിൽ, സിനിമയെക്കുറിച്ച് സംസാരിച്ചതിലൊക്കെ തന്നെ. അപ്പോൾ ഇടിയൻ ചന്തു തിയേറ്ററിലേക്ക് ഇടിച്ചു വരട്ടെ, ജനങ്ങൾ ഇടിച്ചു കയറി വാ. എന്തായാലും വളരെ സന്തോഷം വിഷ്ണുവേട്ടാ, ശ്രീതേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.